നമ്മളിപ്പോൾ നിൽക്കുന്നത് അഷ്ടമുടിക്കായലിന്റെ തീരത്തുള്ള തേവള്ളി കൊട്ടാരത്തിലാണ്. വലിയ ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് ഇത്. തിരുവിതാംകൂറിന്റെ ഉയർച്ചയിലും തകർച്ചയിലും ഒക്കെ വളരെ പ്രധാനപ്പെട്ട ഒരു പങ്ക് വഹിച്ച ഒരു കൊട്ടാരമാണ് കൊല്ലത്തെ തേവള്ളി കൊട്ടാരം. ഇതിന്റെ പ്രത്യേകത അഷ്ടമുടിക്കായലിനോട് ചേർന്ന് നിൽക്കുന്ന വളരെ പ്രകൃതി മനോഹരമായ ഒരു സ്ഥലത്താണ് ഈ കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. അഷ്ടമുടി എന്ന് പറയുന്ന കായലിൽ 8 മുടികളാണുള്ളത്. അതിൽ ഒന്നിന്റെ തീരത്താണ് ഈ മനോഹരമായ കൊട്ടാരം നിലകൊള്ളുന്നത്. ആ കൊട്ടാരത്തിലെ പഴയ പ്രൗഢിയുടെ പഴയ ചരിത്രത്തിന്റെ ഒരു പ്രതീകം എന്ന നിലയിൽ ഇപ്പോഴും നമുക്ക് ഭിത്തിയില് ശംഖുമുദ്രയും ആനയും കാണാം. ഇത് പഴയ ആ കൊട്ടാരത്തിന്റെ ചരിത്ര പ്രാധാന്യം വിളിച്ചോതുന്നതാണ് ഈ ശംഖുമുദ്രയും ആനയും. നേരെ പടികൾ ഇറങ്ങി താഴോട്ട് ചെന്നാൽ നമ്മൾ അഷ്ടമുടിക്കായലിന്റെ തീരത്താണ് ചെയ്യുന്നത്. വളരെ മനോഹരമാണ് അഷ്ടമുടിക്കായലിന്റെ തീരത്ത് നിന്ന് നോക്കുമ്പോൾ ഈ കൊട്ടാരത്തിന്റെ കാഴ്ച. താഴോട്ട് പോയി കഴിഞ്ഞാൽ അഷ്ടമുടിക്കായലാണ്. അതിൽ നിന്നും നല്ല ഉയരത്തിലാണ് ഈ തേവള്ളി കൊട്ടാരം സ്ഥിതി ചെയ്യുന്നത്. നമ്മുടെ ചരിത്ര പൈതൃകത്തെക്കുറിച്ചും ആ പൈതൃകം ഇന്നും നിലനിർത്തുന്ന തെളിവുകളായി നിലകൊള്ളുന്ന കൊട്ടാര കെട്ടുകളും അതുപോലെ തന്നെ മറ്റ് സ്മാരകങ്ങളും ഇതൊന്നും സംരക്ഷിക്കുന്ന കാര്യത്തിൽ നിർഭാഗ്യവശാൽ മാറി മാറി വന്ന ഒരു ഗവൺമെന്റ് ഒരു താല്പര്യം എടുത്തില്ല. ഒരുപക്ഷെ ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാക്കി മാറ്റേണ്ടതാണ് കൊല്ലം. പക്ഷേ അതൊന്നും പ്രയോജനപ്പെടുത്താൻ നമുക്ക് കഴിഞ്ഞിട്ടില്ല. ഈ തേവള്ളി കൊട്ടാരത്തിന്റെ പടിക്കെട്ടുകൾ ഇറങ്ങി കായലിന്റെ തീരത്തേക്കാണ് ഞാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഈ കൊട്ടാരത്തിന് ഒരു പ്രണയകഥ പറയാനുണ്ട്. ഈ കായലിന്റെ മറുകരയിലാണ് റെസിഡൻസി ബംഗ്ലാവ് നിലനിൽക്കുന്നത്. ആ റെസിഡൻസിയിലെ ഉദ്യോഗസ്ഥന്മാരുടെ ക്വാർട്ടേഴ്സിൽ താമസിച്ചിരുന്ന ഒരു പെൺകുട്ടിയും ഈ തേവള്ളി കൊട്ടാരത്തിലെ ഒരു ഉദ്യോഗസ്ഥൻ, അദ്ദേഹം സായിപ്പായിരുന്നു എന്നാണ് പറയുന്നത്, അദ്ദേഹമായിട്ട് പ്രണയത്തിലായി. ഈ പെൺകുട്ടി ഈ സായിപ്പിന് കൊടുത്തയച്ച പ്രണയലേഖനവുമായി അദ്ദേഹത്തിന്റെ പട്ടി, അതായത് സായിപ്പിന്റെ പട്ടി, ഈ വിശാലമായ കായൽ പരപ്പ് നീന്തിക്കയറി ഇദ്ദേഹത്തിന്റെ കയ്യിൽ കൊണ്ട് ആ കത്തേൽപ്പിച്ചു. പക്ഷെ കത്തേൽപ്പിച്ചു കഴിഞ്ഞ് പട്ടി ക്ഷീണിച്ച് അവിടെ കുഴഞ്ഞു വീണ് മരിക്കുകയും ചെയ്തു. ആ പട്ടിയുടെ സ്മാരകത്തിനായിട്ട്, ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മാരകം ഇവിടെ, ഒരു സ്തൂപം ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ അതൊന്നും ഇവിടെ കാണുന്നില്ല. ഇപ്പോഴേ ഈ ഭാഗം NCC 3rd K നേവൽ യൂണിറ്റിന്റെ ഭാഗമായിട്ടാണ് നിൽക്കുകയാണ്. ഇവിടെ നിന്നാല് പഴയ കാലത്തെ രാജാക്കന്മാര് ദീർഘവീക്ഷണത്തോടെ പ്രകൃതി സൗന്ദര്യം പരമാവധി പ്രയോജനപ്പെടുത്തി നിർമ്മിച്ച സൗധങ്ങൾ കാണാം. ഒപ്പം നോക്കുകുത്തിയായിട്ട് അങ്ങോട്ട് നോക്കിയാൽ നമുക്കൊരു പാലം കാണാം. അത് കൊല്ലം KSRTC സ്റ്റാൻഡിനടുത്ത് നിന്ന് നേരെ തോപ്പിൽക്കടവിലേക്ക് വരാൻ നിർമ്മിച്ച പാലമാണ്. ഈ പാലം ഡിസൈൻ ചെയ്ത ഏത് മനുഷ്യനാണെന്നുള്ള കാര്യം തേടി പിടിക്കേണ്ട ഒരു കാര്യമാണ്. കാരണം പാലം അവിടെ വന്ന് അനിശ്ചിതമായിട്ട് നിൽക്കുകയാണ്. കാരണം ഈ പാലം എക്സ്റ്റെൻഡ് ചെയ്ത് വന്ന് തോപ്പിൽക്കടവിലേക്കാണ് കണക്ട് ചെയ്യേണ്ടത്. ഈ പാലം കടന്നു പോകേണ്ടത് അക്കാണുന്ന തേവള്ളി പാലത്തിന്റെ കീഴിൽ കൂടെയാണ്. തേവള്ളി പാലത്തിന് കീഴിലൂടെ ഈ പാലം എങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ കഴിയും എന്നുള്ളതിനെ കുറിച്ച് യാതൊരു ബോധവും ഇല്ലാത്ത ഏതോ ചില ഇഡിയറ്റ്സ്, വിഡ്ഢികൾ, പമ്പര വിഡ്ഢികൾ, നമ്മുടെ സർക്കാർ സർവീസിലുള്ള പമ്പര വിഡ്ഢികൾ ദുർവിനിയോഗം ചെയ്ത ഫണ്ടിന്റെ സ്മാരകമായിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അതായത് കോമൺ സെൻസ് ഇല്ലാത്ത, ഒന്നിലൂടെയും കമ്മിറ്റ്മെന്റ് ഇല്ലാത്ത, കാശിന് കൊള്ളാത്ത ഏതോ ചില ഉദ്യോഗസ്ഥന്മാർ ഡിസൈൻ ചെയ്തൊരു പാലം തോപ്പിൽക്കടവിലെത്താതെ തേവള്ളിയിലെ ഈ കൊട്ടാരത്തിന്റെ ഏതാണ്ട് അടുത്ത് വന്ന് നിശ്ചലമായിട്ട് നിൽക്കുകയാണ്. ആ കാണുന്നതാണ് തേവള്ളി പാലം. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു വന്നത്, ഒരു സൈഡിലെ ഒരു വശത്ത് നമ്മുടെ പൗരാണിക ചരിത്രത്തിന്റെയും പാരമ്പര്യത്തിന്റെയും സ്മാരകമായി വളരെ മനോഹരമായ തേവള്ളി കൊട്ടാരം. ആ തേവള്ളി കൊട്ടാരത്തിന് കണ്ണു കിട്ടാതിരിക്കാൻ എന്ന പോലെ നോക്കുകുത്തി പോലെ ആധുനിക സർക്കാർ, ഇപ്പോഴത്തെ സർക്കാർ തീർത്തു വെച്ച ഒരു വികൃത ശില്പമാണ് ആ കാണുന്ന ഒരു പാലം. ഇത് ഗവൺമെന്റിന്റെ പണം തൂർത്തടിക്കുന്നതിന്റെ ഉദാഹരണമാണ്. യാതൊരു സെൻസുമില്ലാത്ത പമ്പര വിഡ്ഢികൾക്ക് ഗവൺമെന്റ് സർവീസിൽ ജോലി ചെയ്യാൻ കഴിയാം, അത് എഞ്ചിനീയർമാരായി ജോലി ചെയ്യാൻ കഴിയാം എന്നുള്ളതിന്റെ തെളിവാണ്. അപ്പൊ നമ്മുടെ വിഡ്ഢിത്തത്തിന്റെ തെളിവായി ആ പാലം ഒരു ഭാഗത്ത്, മറ്റേ പഴയ പാരമ്പര്യത്തിന്റെ ഭാഗമായി തേവള്ളി കൊട്ടാരം മറുഭാഗത്തും നിൽക്കുന്നു എന്നുള്ളതാണ് ഈ പ്രദേശത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അത് ഏറ്റവും വലിയ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇത് വളരെ മനോഹരമായ സ്ഥലമാണ്. ഇവിടെ മുഴുവൻ അങ്ങോട്ട് നോക്കിയാൽ കാണാം, ഇവിടെ മുഴുവൻ ചപ്പ് ചവറുകൾ കൂട്ടിയിരിക്കുകയാണ്. മുഴുവൻ പ്ലാസ്റ്റിക് കുപ്പികളുടെ വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുകയാണ്. ഇത് ലോകത്ത്
നല്ല ഭരണാധികാരികളുള്ള, രാജ്യസ്നേഹമുള്ള ഭരണാധികാരികളുള്ള ഏതെങ്കിലും ഒരു രാജ്യത്തായിരുന്നെങ്കിൽ ഈ വൈകൃതം കൂടെ നടക്കുമോ എന്നാലോചിക്കണം. ടൂറിസത്തിന്റെ പേരിൽ എത്രയോ കോടി രൂപയാണ് പരസ്യം ചെയ്യാൻ ചെലവഴിക്കുന്നത്. ഇന്ത്യയിലെത്തുന്ന, കേരളത്തിലെത്തുന്ന ഏതെങ്കിലും ഒരു വിനോദസഞ്ചാരി ഈ അഴുക്ക് ചാലിൽ താമസിക്കാനോ കാണാനോ എത്തുമോ എന്ന് ഒരു നിമിഷമെങ്കിലും നമ്മുടെ ടൂറിസം മന്ത്രി അടക്കമുള്ള ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ജനങ്ങളോടുള്ള പ്രതിബദ്ധതയുടെ നേത്രദർശനമാണ് ഐ വിഷൻ ന്യൂസ്. ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ, ബെൽ ബട്ടൺ അമർത്താൻ മറക്കരുത്.